അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ്. സൗഭാഗ്യങ്ങളുടെ മന്ത്രോച്ചാരണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത്. സ്വലാത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചറിയിപ്പിക്കുന്ന ധാരാളം തിരുമൊഴികൾ ഹദീസ് സമാഹാരങ്ങളിൽ കാണാൻ കഴിയും. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഭൗതികവും പാരത്രികവുമായ നിരവധി അനുഗ്രഹങ്ങൾ സ്വലാത്തിലൂടെ ലഭിക്കുന്നതാണ്. ചില ഹദീസുകൾ കാണുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും ഒരു സ്വലാത്തു ചൊല്ലിയാൽ 10 സ്വലാത്തുകൾ റഹ്മത്തുകൾ അവന് വേണ്ടി അള്ളാഹു നിർവഹിക്കുന്നതാണ്. മുസ്ലിം 48, തിർമുദി 485, അബൂദാവൂദ് 1530. ഒരാൾ എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തു ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ 10 സ്വലാത്ത് വർഷിക്കുന്നതാണ്. അതുകാരണം അവന് 10 പദവികൾ ഉയർത്തുന്നതാണ്, 10 ദോഷങ്ങൾ പൊറുക്കുന്നതാണ്. ബുഖാരി അദബുൽ മുഫ്രദ് 649 കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ ആ വ്യക്തിയുടെ മേൽ അള്ളാഹു 10 സ്വലാത്തുകൾ ചൊരിയും. ഒരാൾ എൻ്റെ മേൽ 10 സ്വലാത്തു ചൊല്ലിയാൽ ആ വ്യക്തിയുടെ മേൽ അള്ളാഹു 100 സ്വലാത്തു ചൊരിയും. ആരെങ്കിലും 100 സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ ആ വ്യക്തിയുടെ ഇരു കണ്ണുകൾക്കുമിടയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതാണ്, ഈ വ്യക്തി കാപട്യത്തിൽ നിന്ന് സുരക്ഷിതനാണ്, നരകത്തിൽ നിന്ന് സുരക്ഷിതനാണ്. അന്ത്യനാളിൽ ഈ വ്യക്തിയെ രക്തസാക്ഷികളായി ബഹുമാന്യരോടൊപ്പം അള്ളാഹു താമസിപ്പിക്കുന്നതാണ്. തൊബറാനിയിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരുവൻ എൻ്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അതിന് പ്രതിഫലമായി നിശ്ചയിക്കുന്നത് അള്ളാഹു ഉഹുദ് മല പോലുള്ള രത്നമാണ്. അബ്ദുറസാഖ് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഓരോ ഇടങ്ങളിലും എന്നോട് തൊട്ടടുത്ത് നിൽക്കുന്നത് ദുനിയാവിൽ വച്ച് എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തു ചൊല്ലിയവരാണ്. വെള്ളിയാഴ്ച പകലും രാത്രിയും എൻ്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലുന്നവർക്ക് 100 ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അതിൽ 70 ആവശ്യങ്ങൾ പരലോകത്തും 30 എണ്ണം ദുനിയാവിലുമാണ്. ശേഷം ആ സ്വലാത്ത് ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ്. മലക്കു അതുമായി എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. നിങ്ങളുടെ അടുക്കൽ സമ്മാനങ്ങളുമായി വരുന്നത് പോലെ ശേഷം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവൻ്റെ പേരും തറവാടും കുടുംബവും എനിക്ക് പറഞ്ഞു തരുന്നു. ഞാനത് എൻ്റെ കൈവശമുള്ള ഒരു വെളുത്ത റിക്കാർഡിൽ കുറിച്ച് വെക്കുകയും ചെയ്യുന്നു. ബൈഹഖി എന്ന ഗ്രന്ഥത്തിൽ കാണാം. മനുഷ്യൻ്റെ സകല വിജയങ്ങൾക്കും അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് ആവശ്യമാണ്. അവൻ്റെ കരുണാകടാക്ഷമില്ലാത്ത ഒരു നിമിഷവും ജീവിക്കാൻ കഴിയില്ല. ആരുമില്ലാത്ത ഖബറിലും മഹ്ശറയിലും റഹ്മത്ത് കിട്ടാൻ വേണ്ടിയാണ് നാം പാടുപെടുന്നത്. പക്ഷേ ഈ അപാരമായ റഹ്മത്തിന് അർഹത നേടാൻ എങ്ങനെ കഴിയും? അത് കൈവരിക്കണമെങ്കിൽ റഹ്മത്തിനെ നിർബന്ധമായും നമ്മിലേക്ക് വരുന്ന സംഗതികൾ വേണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സർവ്വലോകത്തിന് റഹ്മത്തായി അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അപനാദങ്ങളും സ്വലാത്ത് മദ്ഹ് ഗീതങ്ങളും എല്ലാം റഹ്മത്താണ്. ഒരു സ്വലാത്തിൽ അള്ളാഹു 10 റഹ്മത്താണ് ചൊരിയുന്നത്. 10ന് 100ഉം 100ന് 1000ഉം റഹ്മത്ത് ചെയ്യുന്നു. ഈ സ്വലാത്ത് കൊണ്ടാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. നമ്മൾ ദുആ ചെയ്യുന്നു. അതെ, ദുആ വലിയ ഇബാദത്താണ്. പക്ഷേ ദുആക്ക് ഷർത്തുകളുണ്ട്. അത് പാലിച്ചില്ലെങ്കിലേ ആ റഹ്മത്ത് ലഭിക്കൂ. ആരെങ്കിലും ദുആ ചെയ്താൽ അവനിക്ക് റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്ന് എന്ന് ഹദീസ് പറഞ്ഞതുപോലെ ആവണമെങ്കിൽ ആ ദുആകളിൽ നിബന്ധന പൂർത്തിയാക്കണം. അതേസമയം ഇതേ റഹ്മത്ത് ഒരിക്കലും ഉപേക്ഷയില്ലാതെ കിട്ടാൻ കാരണനായ സ്വലാത്തു ചൊല്ലിയാലോ? അതുകൊണ്ടാണ് പൂർവികരായ മഹത്തുകൾ 2 ഖുതുബകൾക്കിടയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് സ്വലാത്തു ചൊല്ലുന്നതും അത് സമൂഹത്തിന് പഠിപ്പിച്ചതും. ഒരു ഹദീസ് വിവരം കാണുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറയുന്നു, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. എന്നാൽ എത്ര ഭാഗമാണ് അവിടത്തേക്ക് സ്വലാത്തു ചൊല്ലാൻ വേണ്ടി ഞാൻ നീക്കി വെക്കേണ്ടതെന്ന്? തിരുനബി പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ പറഞ്ഞു, 4ൽ 1 ഭാഗമായാലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക.
വർദ്ധിച്ചാൽ നിനക്ക് ഗുണകരമാവുന്നതാണ്. ഞാൻ പറഞ്ഞു എങ്കിൽ പകുതിയാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക, വർദ്ധിച്ചാൽ നിനക്ക് ഗുണകരമാണ്. ഞാൻ പറഞ്ഞു എങ്കിൽ 2 ഭാഗവുമാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക, ഇനിയും വർദ്ധിച്ചാൽ നിനക്ക് ഗുണകരമാണ്. ഞാൻ പറഞ്ഞു എങ്കിൽ എൻ്റെ ദുആ മുഴുവനും അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാൽ നിൻ്റെ വിഷമങ്ങൾ പരിഹരിക്കപ്പെടും, നിൻ്റെ പാവങ്ങൾ അല്ലാഹ് പൊറുക്കപ്പെടുകയും ചെയ്യും. അഹ്മദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം 5136, തിർമുദി ഹദീസ് 2457, 513 കാണാം. അപ്പോൾ ഇതാണ് സ്വലാത്തിൻ്റെ മഹത്വം. ഒരുപാട് പേർക്ക് സ്വലാത്തിൻ്റെ മഹത്വം അറിയില്ല. എത്രയോ സമയങ്ങൾ നമ്മളിങ്ങനെ വെറുതെ ചിലവഴിച്ച് പോവുകയാണ്. സ്വലാത്തിൻ്റെ പ്രതിഫലം വല്ലാത്തൊരു പ്രതിഫലമാണ്. നമ്മളെന്നും നമ്മളെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പണീൻ്റെ ഇടയിലും ഒക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. സ്വലാത്തിലൂടെ നമ്മൾക്ക് ഉന്നത പദവിയിലേക്ക് എത്താം. ദിവസവും ഒരാൾ 1000 തവണ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം കാണാതെ അവൻ മരണപ്പെടുകയില്ല. അല്ലാഹു തആല നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലാനും അല്ലാഹുവിൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.